ഗവൺമെന്റ് ജോലി എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് നിരന്തരമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ലേണേഴ്സ് ഹബിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മള് ഗവൺമെന്റ് സ്ഥാപനങ്ങളിലെ കോർപ്പറേഷനുകളിലെല്ലാം അക്കൗണ്ടന്റ് ആവുന്നതിന് വേണ്ടിയിട്ട് തയ്യാറായി പഠിക്കുന്നതിന് വേണ്ടി ഇരിക്കുകയാണ് എല്ലാവരും. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നമ്മുടെ സിലബസിലുള്ള പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്താലോ ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്കറിയാം ബികോമിൽ നമ്മൾ ഒരു സെമസ്റ്ററോളം അടിപൊളിയായിട്ട് പഠിച്ചതാണ് FM എന്നറിയപ്പെടുന്ന ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്. അപ്പൊ നമ്മൾ സബ്ജക്റ്റിലേക്ക് പോകുന്നതിനായിട്ട് മുന്നേ തന്നെ നമ്മുടെ സിലബസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് FM നമുക്ക് പഠിക്കാനുള്ളത് എന്നുള്ളത് എന്ത് ചെയ്യാം ഒന്ന് നോക്കിയാലോ. നോക്കാം, നമുക്ക് മൊഡ്യൂൾ 2 എന്നുള്ളതിലാണ് സിലബസിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇതിൽ ഈ ഒരു സിലബസിൽ പറഞ്ഞിട്ടുള്ള FM നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്താണ്, അതിന്റെ കുറച്ച് ഫീച്ചേഴ്സ്, ഇമ്പോർട്ടൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഡെഫിനിഷൻസുകളൊക്കെയാണ് നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, അതുപോലെ ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ പറയുന്ന ഒരു ടോപ്പിക്കാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. നമ്മൾ ഒരു ചാപ്റ്റർ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് അതിൽ വരുന്നത്? കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർ, റിട്ടേൺ ഏർണിങ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിലുണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഫിനാൻസിങ് ഡിസിഷൻസുകൾ കുറെ ഉണ്ട്. ഓക്കെ, അത് പഠിക്കണം. ക്യാപിറ്റൽ സ്ട്രക്ചർ ഉണ്ട് അല്ലെ, ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി മിക്സ് അടങ്ങുന്ന നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ പറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ, ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്നൊക്കെ അറിയപ്പെടുന്ന വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് അണ്ടറിൽ വരുന്ന ഓപ്പറേറ്റിംഗ് സൈക്കിൾ നമുക്ക് പഠിക്കാനുണ്ട്. മാനേജ്മെന്റ് ഓഫ് ക്യാഷ്, അതുപോലെ തന്നെ റിസീവബിൾ മാനേജ്മെന്റ്, ഇൻവെന്ററി മാനേജ്മെന്റ്, നമ്മുടെ ഡിവിഡൻഡ് പോളിസി അല്ലെ, നമ്മുടെ മുഡിഗ്ലാനി മില്ലർ തിയറി, വാൾട്ടേഴ്സ് തിയറി, അതുപോലെ തന്നെ നമ്മുടെ ഗോൾഡൻ ഡിവിഡൻഡ് മോഡൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വ്യക്തമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യൂടാ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ടൈപ്സ് ഓഫ് ഡിവിഡൻഡ്, ഫാക്ടർ ഡിറ്റർമിൻ ഡിവിഡൻഡ്, തിയറീസ് അണ്ടർ ഡിവിഡൻഡ് പോളിസികള്, സ്റ്റോക്ക് സ്പ്ലിറ്റ്, അതുപോലെ തന്നെ സ്റ്റോക്ക് റീപർച്ചേസ്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ മൊഡ്യൂളിലെ 10 മാർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ലേണേഴ്സ് ഹബിനോടൊപ്പം നിങ്ങൾ ഉണ്ടാവുക, നമ്മൾ പറയുന്ന രീതിയിൽ നിങ്ങൾ പഠിക്കുക, നമ്മുടെ എക്സാം സീരീസുകളൊക്കെ അറ്റൻഡ് ചെയ്യുക, ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കാണുക, എന്ത് ചെയ്യാം, നല്ലൊരു മാർക്ക് നമുക്ക് സ്കോർ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് നോക്കാം എന്താണ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് മീനിങ്. നമ്മൾ എന്തൊരു സബ്ജക്ട് പഠിക്കുമ്പോഴും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അതെന്താണ് എന്നുള്ളതാണ്. നോക്കാടാ, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിനാൻഷ്യൽ മാനേജ്മെന്റ് റെഫേഴ്സ് ടു ദ പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്ടിങ് ആൻഡ് കൺട്രോളിങ് ഓഫ് ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് അല്ലെ. മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഒരു ബിസിനസ് സ്ഥാപനത്തിലെ ആക്ടിവിറ്റികളെല്ലാം പ്ലാൻ ചെയ്യുന്നു, ഓർഗനൈസ് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നു, തുടങ്ങിയ കോർഡിനേറ്റ് ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസിനെ നമ്മൾ പ്ലാൻ ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, ഡയറക്റ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുന്നതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ സച്ചേസ് എന്തിനൊക്കെ വേണ്ടിയിട്ടാ? സച്ചേസ് റൈസിംഗ് ഫണ്ട്, ഇതൊക്കെ എന്തിനാ ചെയ്യുന്നത്? പ്ലാനിങ് ഓർഗനൈസേഷൻ ഒക്കെ ചെയ്യുന്നത്. സച്ചേസ് റൈസിംഗ് ഫണ്ട്, ഓർഗനൈസേഷൻസിലേക്ക് ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടി, ആൻഡ് എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ, കണ്ടെത്തിയാൽ മാത്രം പോരടാ, ആ ഫണ്ട് വെച്ച് നമ്മൾ എഫക്റ്റീവ് ആയിട്ട് ഓർഗനൈസേഷനിൽ എന്ത് ചെയ്യണം, യൂട്ടിലൈസ് ചെയ്യും കൂടി വേണം. ഓക്കെ, ഇത് എന്ത് ചെയ്യുന്നുണ്ടെന്നാ പറയുന്നത്? ഇറ്റ് എൻഷുർ ദാറ്റ് എന്താ ഓർഗനൈസേഷൻ യൂസസ് ഇറ്റ്സ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ഇൻ ദി മോസ്റ്റ് എഫിഷ്യന്റ് വേ ടു അച്ചീവ് ബിസിനസ് ഒബ്ജക്റ്റീവ് ലൈക്ക് പ്രോഫിറ്റബിലിറ്റി, ഗ്രോത്ത് ആൻഡ് സ്റ്റെബിലിറ്റി എന്നാണ് പറയുന്നത്. അതായത് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഓർഗനൈസേഷന്റെ പ്രോഫിറ്റബിലിറ്റി, ഗ്രോത്തും സ്റ്റെബിലിറ്റി ഒക്കെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസുകൾ നമ്മൾ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ക്ലിയർ ആണല്ലോ മീനിങ്? ഓക്കെ, അപ്പൊ ജസ്റ്റ് എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കാം, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കാം. ക്ലിയർ? നമുക്ക് അടുത്തത് നോക്കിയാലോ, എന്താണ് ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെന്റ്? ഫീച്ചേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ് കേട്ടോ, ഫീച്ചേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഫസ്റ്റ് ഫീച്ചർ നമുക്ക് പഠിക്കാം. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഗോൾ ഓറിയന്റഡ് ആണ് അല്ലെ. നമ്മൾ ഫിനാൻസ് മാനേജ് ചെയ്യണം, നമുക്ക് ഓർഗനൈസേഷൻ നമുക്കൊരു ഗോൾ ഉണ്ടായിരിക്കും, ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കും. ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള രീതിയിലായിരിക്കണം നമ്മുടെ ഫിനാൻസും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്ലാൻ ചെയ്യേണ്ടത്. സോ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗോൾ ഓറിയന്റഡ് പ്രോസസ് ആണ്. മാനേജ്മെന്റ് ഓൾസോ എയിം അറ്റ് അച്ചീവിംഗ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് എഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യന്റ്. നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ ഫിനാൻസ് ഒക്കെ മാനേജ് ചെയ്യുന്നുണ്ടായിരിക്കാം ഓർഗനൈസേഷനിലെ ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കും. സോ ഫസ്റ്റ് ഫീച്ചർ ആണ് ഇറ്റ് ഇസ് എ ഗോൾ ഓറിയന്റഡ് ആണ്. രണ്ടാമത്തെ എന്താ? യൂണിവേഴ്സൽ ഇൻ നേച്ചർ. എന്തായിരിക്കും യൂണിവേഴ്സൽ ഇൻ നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല,
ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ബിസിനസ് ഓർഗനൈസേഷന് മാത്രമല്ല നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക, എല്ലാ മേഖലകളിലും. ഏതൊക്കെയാണെന്ന് പറഞ്ഞത്? ബിസിനസ്സിൽ ചെയ്യാം, ഗവൺമെന്റ് ഓർഗനൈസേഷനിൽ ചെയ്യാം, എഡ്യൂക്കേഷനിൽ ചെയ്യാം, ഹോസ്പിറ്റൽസ്, ഇങ്ങനെയുള്ള എല്ലാ മേഖലകളിലും നമ്മൾ എന്ത് ചെയ്യണം എന്നാ പറയുന്നത്? ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. സോ ഇത് ഒരു യൂണിവേഴ്സൽ ഇൻ നേച്ചർ ആണ്, നമുക്ക് അവിടെ പറയാനായിട്ട് സാധിക്കും. ക്ലിയർ ആണല്ലോ? ഇനി ഫിനാൻഷ്യൽ മാനേജ്മെന്റ് നമുക്ക് ഇടയ്ക്ക് വെച്ച് നിർത്താൻ പറ്റുമോ? 6 മാസം കഴിഞ്ഞ് പിന്നെ മാനേജ് ചെയ്യേണ്ട എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. സോ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സാണ്. സോ മൂന്നാമത്തെ നമ്മുടെ ഫീച്ചറാണ് ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് എന്ന് എന്ത് ചെയ്യാം? മനസ്സിലാക്കി വെക്കാം. മാനേജ്മെന്റ് ഈസ് എ ഓൺ ഗോയിങ് ആക്ടിവിറ്റി ഇൻവോൾവിങ്, എന്തൊക്കെ ഇൻവോൾവ് ചെയ്യുന്നത്? പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്ടിങ്, കൺട്രോളിങ്, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ആക്ടിവിറ്റി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഗോൾ ഓറിയന്റഡ് ആണ്, യൂണിവേഴ്സൽ ഇൻ നേച്ചർ ആണ്, ദെൻ കണ്ടിന്യൂസ് പ്രോസസ് ആണ്. അടുത്തത് നോക്കാടാ, ഗ്രൂപ്പ് ആക്ടിവിറ്റി. ഇതൊരിക്കലും ഒരാൾക്ക് ചെയ്യാവുന്നതല്ല, പല ആൾക്കാരും കൂടി ചേർന്നുകൊണ്ട് ഗ്രൂപ്പായിട്ട് ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫിനാൻസിനെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത്. നോക്കാം, ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി ആണ്. എന്തുകൊണ്ടാണ് പറയുന്നത്? ഇറ്റ് കോർഡിനേറ്റ് ദ എഫേർട്ട് ഓഫ് പീപ്പിൾസ് വർക്കിംഗ് ടുഗദർ ടുവാർഡ്സ് കോമൺ ഗോൾ. പല ആൾക്കാരുണ്ടായിരിക്കും ഒരു ഓർഗനൈസേഷനിൽ. HR ഡിപ്പാർട്ട്മെന്റ്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്, സെയിൽസ് ഡിപ്പാർട്ട്മെന്റ്, ഫിനാൻസ്, എല്ലാ മാർക്കറ്റിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാരുടെ പ്രവർത്തനം എന്ത് വേണം? അവരുടെ സഹകരണം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഫിനാൻസിനെ മാനേജ് ചെയ്യാൻ സാധിക്കുള്ളൂ. സോ അതുകൊണ്ട് ഫിനാൻഷ്യൽ മാനേജിങ് നമുക്ക് എന്ത് പറയാൻ പറ്റൂടാ? ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാനായിട്ട് സാധിക്കും. ക്ലിയർ ആണല്ലോ? അടുത്ത പോയിന്റ് നോക്കാം, ഇൻടാഞ്ചിബിൾ ഫോഴ്സ്. നമുക്ക് ഒരിക്കലും ഫിനാൻസിന്റെ ആക്ടിവിറ്റീസുകൾ നമുക്ക് കാണാൻ സാധിക്കില്ല, സീൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. പക്ഷേ ഇതുവഴി ഉണ്ടാവുന്ന നമ്മുടെ എന്തൊക്കെ നമുക്ക് മെഷർ ചെയ്യാം? പ്രൊഡക്ടിവിറ്റിയും എഫിഷ്യൻസിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെഷർ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് പറയുന്നത്. ശ്രദ്ധിക്കാം, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന ഒരു ഇൻടാഞ്ചിബിൾ ഫോഴ്സ് ആണ്. നമുക്ക് സ്പർശിക്കാനോ ഫിസിക്കലായിട്ട് കാണുവാനോ സാധിക്കില്ല. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ പ്രവർത്തനം ഇത് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ പ്രൊഡക്ടിവിറ്റിയും എഫിഷ്യൻസിയും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ? നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കും. സോ അതാണ് പറയുന്നത്, മാനേജ്മെന്റ് കനോട്ട് ബി സീൻ ഫിസിക്കലി ബട്ട് ഇറ്റ് ഈസ് പ്രസൻസ് ഈസ് ഫെൽറ്റ് ത്രൂ റിസൾട്ട്. നമുക്ക് അതിന്റെ റിസൾട്ടിലൂടെ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ റിസൾട്ട് ഒക്കെ നമുക്ക് മെഷർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ഇത് ഭയങ്കര ഡൈനാമിക് ആൻഡ് ഫ്ലെക്സിബിൾ ആണ്. ഒരിക്കലും ഒരു ഓർഗനൈസേഷനിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് റിജിഡ് ആയിരിക്കില്ല. കാരണം നമുക്ക് ബിസിനസ്സിൽ ചേഞ്ചസുകൾ വരുന്നതിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ? ഈ പ്ലാനിങ്ങിൽ നമുക്ക് എന്ത് വരുത്താൻ പറ്റും? ചേഞ്ച് വരുത്താനായിട്ട് സാധിക്കണം. കാരണം ബിസിനസ് ആണ്, എപ്പോൾ വേണമെങ്കിലും എന്ത് ചേഞ്ച് വേണമെങ്കിലും നമുക്ക് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അതാ പറയുന്നത് ഇറ്റ് ഈസ് എ ഡൈനാമിക് ആൻഡ് ഫ്ലെക്സിബിൾ ആണ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലെക്സിബിൾ ആയിരിക്കണം. ചേഞ്ചസുകൾ വന്നു കഴിഞ്ഞാൽ നമുക്കത് അതിനനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കണം. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് നോക്കാം, ഡിസിഷൻ മേക്കിംഗ് ഫംഗ്ഷൻ ആണ്. മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡിസിഷൻ മേക്കിംഗ് ഫംഗ്ഷൻ ആണെന്നാണ് പറയുന്നത്. കാരണം ഫിനാൻസ് പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? ഒരു തീരുമാനം എടുക്കുന്നത് ഇതിന്റെ ഹെൽപ്പോടൊക്കെ തന്നെയായിരിക്കും. എവരി മാനേജറിയൽ ആക്ടിവിറ്റി ഇൻവോൾവ്സ് മേക്കിംഗ് ഡിസിഷൻ ടു സോൾവ് പ്രോബ്ലംസ് ആൻഡ് അച്ചീവ് ഒബ്ജക്റ്റീവ്സ് എന്നുള്ളതാണ് അടുത്ത ഫീച്ചറിൽ പറയുന്നത്. അടുത്ത നോക്കാം, മൾട്ടി ഡിസിപ്ലിനറി. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു യൂണിവേഴ്സൽ ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ ഇവിടെ മൾട്ടി ഡിസിപ്ലിനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നമുക്ക് ഫിനാൻസ് മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെറും കൊമേഴ്സ്യൽ നോളജ് മാത്രം ഉണ്ടായാൽ പോരാന്നാണ് പറയുന്നത്. നമുക്ക് എന്തൊക്കെ അറിയണം? എക്കണോമിക്സ് അറിയണം, സ്റ്റാറ്റിസ്റ്റിക്സ് അറിയണം, സോഷ്യോളജി അറിയണം, സൈക്കോളജി അറിയണം. അതായത് ഈ പറയുന്ന എക്കണോമിക്സ്, സോഷ്യോളജി, സൈക്കോളജി, നിയമങ്ങള്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഇതെല്ലാം അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ എന്നാ പറയണത്. നമുക്ക് ഫിനാൻസ് കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതാണ് പറയുന്നത്, മൾട്ടി ഡിസിപ്ലിനറി നോളജ് ഉണ്ടെങ്കിലാണ് നമുക്ക് പ്രോപ്പർ ആയിട്ട് ഫിനാൻസ് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ക്ലിയർ ആണല്ലോ? എന്താ പഠിച്ചത്? വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്? നോക്കാം, ഒന്ന് പെട്ടെന്ന് ഓടിച്ചെടുത്തേടാ. ഫസ്റ്റ് വൺ ഗോൾ ഓറിയന്റഡ് പറഞ്ഞു. രണ്ടാമത്തെ വൺ യൂണിവേഴ്സൽ ഇൻ നേച്ചർ പറഞ്ഞു. പിന്നെ ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ് ആണ്. പിന്നെ എന്താ പറഞ്ഞത്? ഗ്രൂപ്പ് ആക്ടിവിറ്റി ആണ്. അതുപോലെ ഇൻടാഞ്ചിബിൾ ഫോഴ്സ് ആണ്, ഡൈനാമിക് ആൻഡ് ഫ്ലെക്സിബിൾ ആണ്, ഡെസിഷൻ മേക്കിംഗ് ഫംഗ്ഷൻ ആണ്, മൾട്ടി ഡിസിപ്ലിനറി ആണെന്ന് നമ്മൾ പറഞ്ഞു. ക്ലിയർ ആണല്ലോ? മറക്കില്ലല്ലോ ഫീച്ചേഴ്സിന്റെ പോയിന്റ്സുകൾ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാടാ? അടുത്ത പോയിന്റിലേക്ക് ഒന്ന് പോയാലോ? ഓക്കെ, നമ്മളിതൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അധികം ലാഗ് അടിപ്പിച്ചിട്ടൊന്നും പറയില്ല, നിങ്ങൾക്ക് ബോറടിക്കും. സോ നമുക്ക് അടുത്തതിലേക്ക് പോവാം. വാട്ട് ആർ ദി
ഇമ്പോർട്ടൻസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. എന്തൊക്കെയാണ് ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, എൻഷുർ ദ അഡ്വക്കേറ്റ് ഫണ്ട്. അല്ലെ, ഓർഗനൈസേഷനിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും വേണ്ടിയിട്ടുള്ള ഫണ്ട് ഉണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുന്നത് ആരാണ്? ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്. ഫിനാൻഷ്യൽ മാനേജറുടെ ആക്ടിവിറ്റി ആയിട്ടാണ് വരുന്നത്. അതാണ് പറയുന്നത് ഹെൽപ്സ് ഇൻ എസ്റ്റിമേറ്റിംഗ് ഫിനാൻഷ്യൽ റിക്വയർമെന്റ്സ് ആൻഡ് അറേഞ്ചിങ് സഫീഷ്യന്റ് ഫണ്ട് ടു ദി ബിസിനസ് ഓർ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഓക്കെ ആണല്ലോ. ഫസ്റ്റ് എൻഷുർ അഡ്വക്കേറ്റ് ഫണ്ട്. രണ്ടാമത്തെയാണ് ഒപ്റ്റിമം. ഇത് വന്നാൽ മാത്രം പോലുള്ള ഫണ്ട്, ഇതിന് എന്ത് ചെയ്യണടാ? ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ചെയ്യണം. നമുക്ക് മാക്സിമം എന്ത് ചെയ്യണടാ? ഈ ഫണ്ടിനെ നമ്മുടെ ഓർഗനൈസേഷൻ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കണം. അതാ പറയുന്നത് പ്രിവെൻസ്. എങ്ങനെ ഒപ്റ്റിമം യൂട്ടിലൈസ് ചെയ്യുക? വേസ്റ്റേജുകൾ ഇല്ലാതെ എന്ത് ചെയ്യണം? അത് ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കണം. അതാ പറയുന്നത് പ്രിവെൻസ് വേസ്റ്റേജ് ആൻഡ് എൻഷുർ ഫണ്ട്സ് ആർ യൂസ്ഡ് എഫിഷ്യന്റ്ലി ടു മാക്സിമൈസ് റിട്ടേൺ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോടാ. മൂന്നാമത്തേലേക്ക് വരാം, വെൽത്ത് മാക്സിമൈസേഷൻ. അടുത്ത ഇമ്പോർട്ടന്റ് ആണ് വെൽത്ത് മാക്സിമൈസേഷൻ. നമുക്കറിയാം പണ്ടൊക്കെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, പണ്ടത്തെ ഓർഗനൈസേഷനിലൊക്കെ എല്ലാവരുടെയും ലക്ഷ്യം ലാഭം ഉണ്ടാക്കുക, പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. പക്ഷേ ന്യൂജൻ മോഡേൺ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പ്രധാനപ്പെട്ട ഫീച്ചർ അല്ലെങ്കിൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽത്ത് മാക്സിമൈസേഷൻ ആണ്. എന്താണ് വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒന്നുമില്ല, നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് എന്ത് ചെയ്യുക? വെൽത്തിനെ നമ്മൾ ഇൻക്രീസ് ചെയ്യിക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ ഓണേഴ്സ് ആയിട്ടുള്ള നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിനെ നമ്മൾ കൺസെപ്റ്റ് ചെയ്തിട്ട് അവരുടെ വെൽത്ത് ഇൻക്രീസ് ചെയ്യുന്ന രീതിയിലുള്ള ആക്ടിവിറ്റികൾ ചെയ്യണം. ഓക്കെ, ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേമിന്റെ വാല്യൂ എന്ത് ചെയ്യൂട? ഇൻക്രീസ് ചെയ്യും. ഫേമിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക? നമ്മൾ പഠിച്ചിട്ടുള്ളത് നമ്മുടെ മാർക്കറ്റിൽ നമ്മുടെ ഫേമിന്റെ മാർക്കറ്റ് ഷെയറിന്റെ പ്രൈസും ഇൻക്രീസ് ചെയ്യും എന്നുള്ളത് എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. അപ്പോ 3 ഇമ്പോർട്ടൻസുകൾ പഠിച്ചു. ഫസ്റ്റ് വൺ ഈസ് ദാറ്റ് എൻഷുർ അഡ്വക്കേറ്റ് ഫണ്ട്സ്. രണ്ടാമത്തെ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. മൂന്നാമത്തെ വെൽത്ത് മാക്സിമൈസേഷൻ. ക്ലിയർ. അടുത്ത പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻസ് ആണ് എൻഷുർ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലിക്വിഡ് ക്യാഷ് എന്ന് കേട്ടിട്ടില്ല. എന്താണ്? ഈസി ടു കൺവേർട്ട് ക്യാഷ് എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഓർഗനൈസേഷനിൽ എന്തുണ്ടായിരിക്കണം? ക്യാഷിന്റെ അവൈലബിലിറ്റി കറക്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ അല്ലെങ്കിൽ ഫിനാൻസ് മാനേജറൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറണ്ട് അസറ്റും കറണ്ട് ലൈബിലിറ്റിയും, അതായത് ഷോർട്ട് ടൈം അസറ്റുകളും ഷോർട്ട് ടൈം ലൈബിലിറ്റികളും ഉണ്ടല്ലോ, ഇതിനെ എന്ത് ചെയ്യണം എന്നാ പറയണത്? ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം എന്നാണ് പറയണത്. സോ എന്താണ്? ഒരു ഓർഗനൈസേഷനിലെ കറണ്ട് അസറ്റുകളും കറണ്ട് ലൈബിലിറ്റികളും ബാലൻസ് ചെയ്യുക എന്നുള്ളത് എന്താണ്? ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഒരു പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് ആണ് എന്നുള്ളത് എന്ത് ചെയ്യുക? നമ്മൾ മനസ്സിലാക്കി വെക്കാം. ഓക്കെ ആണല്ലോടാ. അപ്പൊ എന്താ പറഞ്ഞത്? നമ്മൾ പഠിച്ചു പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ് പഠിക്കുന്നത്. അതില് എൻഷുർ അഡ്വക്കേറ്റ് ഫണ്ട് ആണ് ആദ്യത്തെ പഠിച്ചത്. രണ്ടാമത്തെ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് എന്താന്ന് പഠിച്ചു. പിന്നെ വെൽത്ത് മാക്സിമേഷൻ എന്താന്ന് പഠിച്ചു. പിന്നെന്താ? എൻഷുർ ലിക്വിഡിറ്റി. എൻഷുർ ലിക്വിഡിറ്റിയിൽ എന്താണ് വരുന്നത്? മെയിൻറ്റെയിൻ ദി റൈറ്റ് ബാലൻസ് ബിറ്റ്വീൻ കറന്റ് അസറ്റ് ആൻഡ് കറന്റ് ലയബിലിറ്റി സോ ദാറ്റ് ടൈം ഫേം ക്യാൻ മീറ്റ് ദി ഷോർട്ട് ടേം ഒബ്ലിഗേഷൻസ്. നമ്മൾ എന്തിനാണ് ഷോർട്ട് ടേം ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളത് എന്ത് ചെയ്യാം? മനസ്സിലാക്കി വയ്ക്കാം. നെക്സ്റ്റ് നോക്കാം, ഫിനാൻഷ്യൽ പ്ലാനിങ് ആൻഡ് കൺട്രോൾ. നമ്മുടെ ഓർഗനൈസേഷനിൽ പ്രോപ്പർ ആയിട്ടുള്ള ഫിനാൻഷ്യൽ പ്ലാനിങ്ങും കൺട്രോളും വേണം. അല്ലെ, എന്താ? ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും എത്ര രൂപ ചെലവാക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ മുന്നേ തന്നെ ബഡ്ജറ്റുകൾ എന്ത് ചെയ്യൂടാ? പ്രിപ്പയർ ചെയ്ത് വയ്ക്കും. സോ ഈ ഫിനാൻസ് കൺട്രോളിന്റെ ഭാഗമായിട്ട്, അത് ഈ ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ആൾക്കാരാണ് ഇത് എന്ത് ചെയ്യുക? കൺട്രോൾ ചെയ്യുക. പിന്നെ അത് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ പോരാ? ബഡ്ജറ്റ് മാത്രം ഇട്ടാൽ പോരാ, നമ്മൾ പിന്നെ എന്ത് ചെയ്യും? ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതിന് എന്ത് ചെയ്യും? നമ്മുടെ ആക്ച്വൽ ആയിട്ടുള്ള പെർഫോമൻസും ആ സ്റ്റാൻഡേർഡും നമ്മൾ കമ്പയർ ചെയ്തിട്ട് ഡീവിയേഷൻസുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ ഡീവിയേഷൻസുകളെ കൺട്രോളും കൂടി നമ്മൾ ചെയ്യണം. ഓക്കെ, അതൊരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് ആയിട്ടാണ് പറയുന്നത്. അപ്പൊ ശ്രദ്ധിച്ച് എന്താണ്? ഇറ്റ് പ്രൊവൈഡ് എ ഫ്രെയിംവർക്ക് ഫോർ പ്രിപ്പയറിംഗ് ബഡ്ജറ്റ്. എന്താണ്? പ്രിപ്പയറിംഗ് ബഡ്ജറ്റ്, സെറ്റിംഗ് ഫിനാൻഷ്യൽ ടാർഗറ്റ്. പിന്നെ എന്തിനൊക്കെയാ? ഫിനാൻഷ്യൽ ടാർഗറ്റ് സെറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ കൺട്രോള്, ഡീവിയേഷൻ, സ്റ്റാൻഡേർഡും അതുപോലെ ആക്ച്വലായിട്ട് നടക്കുന്നതും തമ്മിൽ എന്ത് ചെയ്യുന്നൂടാ? കമ്പയർ ചെയ്തുകൊണ്ട് ഡീവിയേഷൻസുകളിൽ നമ്മൾ എന്ത് ചെയ്യണം? കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരിക്കണം. കിട്ടിയ പോയിന്റ്. നെക്സ്റ്റ് നോക്കാം, ഹെൽപ്സ് ഇൻ ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷൻ. അതായത് ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെപ്റ്റ് എത്ര വേണം, ഇക്വിറ്റി എത്ര വേണം എന്ന് എന്ത് ചെയ്യാണ്? നമ്മുടെ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ നമ്മൾ ഡിസൈഡ് ചെയ്യണം. ഡെപ്റ്റ് കൂടാനും പാടില്ല, എന്ന് വെച്ച് ഇക്വിറ്റിയും അധികം കൂടാനും പാടില്ല. ഇത് ബാലൻസ് ചെയ്ത് പോകണം. ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നൊക്കെ നമ്മൾ പഠിച്ചതായിട്ട് ചിലവർക്ക് ഓർമ്മ ഉണ്ടാവും. അതൊക്കെ നമ്മൾ ഡീപ്പായിട്ട് എടുക്കും. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലാക്കുക. ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട്
എടുക്കുക എന്നുള്ളത് ആളുടെ ഒരു പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് ആണ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് ആണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ദെൻ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. നമ്മൾ പറഞ്ഞു വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറഞ്ഞു, ഷെയർ ഹോൾഡേഴ്സിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുക, അതുവഴി ഫേമിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുക, അതുവഴി മാർക്കറ്റ് പ്ലേസിൽ നമ്മുടെ ഷെയറിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അത് മാത്രം പോരാ, പ്രോഫിറ്റ് മാക്സിമേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോസസ്സാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറയുന്നത്. എൻഷുർ ദാറ്റ് ദ ബിസിനസ് ഓപ്പറേഷൻ ആർ പ്രോഫിറ്റബിൾ ആൻഡ് സസ്റ്റൈനബിൾ, അത് ഉറപ്പുവരുത്തുക എന്നുള്ളത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ശ്രദ്ധിക്കണം. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം, സപ്പോർട്ട് ബിസിനസ് എക്സ്പാൻഷൻ. അപ്പൊ പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ബിസിനസ് എന്ത് ചെയ്യൂടെ, എക്സ്പാൻഷൻ ചെയ്യും. ചെറിയൊരു ബിസിനസ് അതിനെ അല്ലെങ്കിൽ ആ ഒരു ബിസിനസിനെ ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്തിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഡെവലപ്പ് ചെയ്ത് ഡൈവേഴ്സിഫൈ ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ എക്സ്പാൻഡ് ചെയ്യുകയോ ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പൊ പറയുന്നത് പ്രൊവൈഡ് ഫണ്ട് ആൻഡ് സ്ട്രാറ്റജീസ് ഫോർ ഗ്രോത്ത് അല്ലെ. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻസ് ആണ്. പ്രോപ്പർ ആയിട്ട് ഫണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഫണ്ട് യൂസ് ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ സ്ട്രാറ്റജിക്കൽ ഗ്രോത്ത് ആയിട്ടുള്ള പ്രോഗ്രാമുകൾ എന്ത് ചെയ്യാം, നടത്തുക. സോ സ്ട്രാറ്റജിക് ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിനെ നമ്മൾ എന്ത് ചെയ്യാം, എക്സ്പാൻഡ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഡൈവേഴ്സിഫിക്കേഷൻസ് ചെയ്യുക ആൻഡ് മോഡേണൈസേഷൻസുകൾ ചെയ്യുക. ഓക്കെ, അപ്പൊ എന്താണ് ഒരു ഇമ്പോർട്ടൻസ്, സപ്പോർട്ട് ബിസിനസ് എക്സ്പാൻഷന് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ബിൽഡ് ഇൻവെസ്റ്റേഴ്സ് കോൺഫിഡൻസ് അല്ലെ. നമ്മുടെ ഓർഗനൈസേഷനിൽ കുറെ പേര് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, അവരായിരിക്കും നമുക്ക് ഫണ്ട് വരുന്നുണ്ടായിരിക്കാം. അവരെന്തെന്ന് വിളിക്കും, ഷെയർ ഹോൾഡേഴ്സ് എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോ നമ്മള് ഫിനാൻസ് മാനേജേഴ്സ് ഒക്കെ പ്രോപ്പർ ആയിട്ട് പൈസേനെ നമ്മുടെ ഫിനാൻസിനെ മാനേജ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആരുടെ കോൺഫിഡൻസ് വർദ്ധിക്കും, ഇൻവെസ്റ്റേഴ്സിന്റെ കോൺഫിഡൻസ് വർദ്ധിക്കും. അങ്ങനെ ഇൻവെസ്റ്റേഴ്സിന്റെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഒരു പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്താണ്, സൗണ്ട് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പ്രാക്ടീസസ് അട്രാക്ട് ഇൻവെസ്റ്റേഴ്സ് ആൻഡ് എൻഹാൻസ് ദി ഫേംസ് റെപ്യൂട്ടേഷൻ എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ പ്രോപ്പർ ആയിട്ട് ഇവരുടെ കോൺഫിഡൻസ് ഒക്കെ വർദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫേമിന്റെ റെപ്യൂട്ടേഷൻസ്, ഗുഡ് വില്ല് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യൂടാ, ഹൈ ആയിട്ട് വളർന്നു പോകും എന്നാണ് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പൊ എന്താണ് പോയിന്റ്, ബിൽഡ് ഇൻവെസ്റ്റേഴ്സ് കോൺഫിഡൻസ്. നെക്സ്റ്റ് നോക്കാം, എക്കണോമിക് ഡെവലപ്മെന്റ്. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഓർഗനൈസേഷൻ എന്തായിരിക്കും, എക്കണോമിക്കൽ ഗ്രോത്ത് കൂടി ഉണ്ടായിരിക്കും. അപ്പൊ എക്കണോമിക്കൽ ഗ്രോത്ത് കൊണ്ടുവരിക എന്നുള്ളത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഒരു ഇമ്പോർട്ടൻസ് ആണ്. എന്താ പറയുന്നത്, ബൈ മൊബിലൈസിങ് ആൻഡ് യൂട്ടിലൈസിങ് ഫണ്ട് എഫക്റ്റീവ്ലി ഇറ്റ് കോൺട്രിബ്യൂട്ട് ടു ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ആൻഡ് ഓവറോൾ എക്കണോമിക്കൽ പ്രോഗ്രസിന് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ പോയിന്റ്സുകളൊക്കെ മനസ്സിലായോ? ഒന്ന് റീകളക്ട് ചെയ്തെടുത്തേടാ. നമ്മൾ 10 പോയിന്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് ആലോചിക്കുക. പറഞ്ഞ ഫസ്റ്റ് വൺ അഡ്വക്കേറ്റ് ഫണ്ട്. എന്താ, എൻഷുർ അഡ്വക്കേറ്റ് ഫണ്ട് എന്നാണ് പഠിച്ചത്. രണ്ടാമത്തെ പോയിന്റ് എന്താ, ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് എന്ന് പഠിച്ചു. മൂന്നാമത്തെ വെൽത്ത് മാക്സിമൈസേഷൻ പഠിച്ചു. പിന്നെ എൻഷുർ ലിക്വിഡിറ്റി. പിന്നെ ഫിനാൻഷ്യൽ പ്ലാനിങ് ആൻഡ് കൺട്രോൾ പഠിച്ചു. ഹെൽപ്സ് ഇൻ ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷൻ എന്നുള്ളത് പഠിച്ചു. ദെൻ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, സപ്പോർട്ട് ഫോർ ബിസിനസ് എക്സ്പാൻഷൻ പഠിച്ചു. ദെൻ ബിൽഡ് കോൺഫിഡൻസ്, ഇൻവെസ്റ്റേഴ്സിന്റെ കോൺഫിഡൻസ് വളർത്തുന്നു. ദെൻ എക്കണോമിക് ഡെവലപ്മെന്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ളത് പഠിച്ചു. ക്ലിയർ ആണല്ലോടാ. ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെ പഠിച്ചു? What is the meaning of financial management? What is the feature of financial management? What is the importance of financial management? Okay ആണല്ലോ, ക്ലിയർ ആണല്ലോ കോൺസെപ്റ്റുകള്. നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻ ഡിസ്കഷൻ. വളരെ ഇമ്പോർട്ടന്റ് സെഷൻ ആണ്. PSC യുടെ ചോദ്യവുമായി ബന്ധപ്പെട്ട് അതേ മോഡലിലുള്ള ഇന്നത്തെ ക്ലാസ്സിലെ ടോപ്പിക്കുകൾ വെച്ച് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വ്യക്തമായി നിങ്ങൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കാണുക, എന്നിട്ട് നമ്മുടെ എക്സാമുകൾ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ എല്ലാ ക്ലാസ്സിലും ഇങ്ങനെയാണ് നമ്മൾ പോവുക. ഒരു ടോപ്പിക് എടുക്കും, ടോപ്പിക്കിന്റെ ക്വസ്റ്റ്യൻസ് തരും, ആ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കഴിയും. ദെൻ നമ്മുടെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് അതിന്റെ എക്സാം ഉണ്ടായിരിക്കും, അത് അറ്റൻഡ് ചെയ്യുക. അപ്പൊ നമ്മൾ ഈ ടോപ്പിക്കിൽ ഭയങ്കരമായിട്ട് നോളജ് നമുക്ക് കിട്ടും. ക്ലിയർ ആണല്ലോ. നോക്കാം, നിങ്ങൾ തന്നെ പറയാം, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പ്രൈമറി ഡീൽസ് വിത്ത്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പ്രൈമറി ഡീൽസ് വിത്ത് എന്താണെന്ന് ചോദിക്കുന്നത്. നോക്കിയാ, റിക്രൂട്ട്മെന്റ് ആൻഡ് ട്രെയിനിങ് ആണോ? തെറ്റാണ് അല്ലെ. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് റിക്രൂട്ട്മെന്റ് ട്രെയിനിങ് ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നൊന്നുമില്ല. റൈസിങ് ആൻഡ് യൂസിങ് ഫണ്ട് എഫിഷ്യന്റ്ലി ആണോ? ഒരു സംശയം ഉണ്ട് അല്ലെ. അപ്പൊ അതവിടെ വെക്കാം. ദെൻ പ്രൊഡക്ഷൻ പ്ലാനിങ് അല്ലെ. പ്രൊഡക്ഷൻ പ്ലാനിങ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യണതല്ല, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നതാണ്. സെയിൽസ് പ്രൊമോഷൻ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യണതാണോ? അല്ല. അപ്പൊ എന്താ, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പ്രൈമറിലി ഡീൽസ് വിത്ത് എന്താണ്, റൈസിങ് ഫണ്ട് ആൻഡ് അത് യൂസ് ചെയ്യുന്നു, എഫിഷ്യന്റ്ലി യൂസ് ചെയ്യുന്നു. റൈസിങ് ഫണ്ട് യൂസിങ് എഫിഷ്യന്റ്ലി എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ഇസ് ദി കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കിയാൽ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ നോട്ട് എ ഫീച്ചർ ഓഫ് മാനേജ്മെന്റ്. ഇതിൽ ഏതാ ഫീച്ചർ അല്ലാത്തത്? വളരെ സിമ്പിൾ ആയിട്ട് പറയാം, ഗോൾ ഓറിയന്റഡ് ആണ്. അത് ഫീച്ചർ അല്ലേ. ഇൻടാഞ്ചിബിൾ ഫോഴ്സ് ആണ്. നമ്മൾ പഠിച്ചു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഇൻടാഞ്ചിബിൾ ആണ്, ശരിയാണ്. പക്ഷെ ടെമ്പററി ആക്ടിവിറ്റി
ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഫീച്ചറിൽ എവിടെയെങ്കിലും പഠിച്ചാ? ഇല്ല. നമ്മൾ പഠിച്ചു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഇസ് എ കണ്ടിന്യൂസ് ആക്ടിവിറ്റി എന്നാണ് പഠിച്ചത്. സോ തെറ്റായിട്ടുള്ളതാണ് ചോദിക്കുന്നത്. നോട്ട് ഫീച്ചർ എന്നാണ് ക്വസ്റ്റ്യൻ. നന്നായി ശ്രദ്ധിക്കണം. നോട്ട് ഫീച്ചർ ഇതെന്തല്ല, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഫീച്ചർ അല്ല. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ്. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. ദ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് മോഡേൺ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. നേരത്തെ പറഞ്ഞിരുന്നത് എന്താണ്? വെൽത്ത് മാക്സിമൈസേഷൻ ആണ് നമ്മുടെ മോഡേൺ ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ക്ലിയർ ആയല്ലോടാ. നെക്സ്റ്റ് നമുക്ക് നോക്കാം. മാനേജ്മെന്റ് അഡോപ്റ്റ് ടു ചേഞ്ച് ഇൻ ബിസിനസ് എൻവയോൺമെന്റ് ആൻഡ് ടെക്നോളജി ദിസ് ഹൈയസ്റ്റ് വിച്ച് ഫീച്ചർ. ഇത് ഹൈയസ്റ്റ് അല്ല, ഹൈലൈറ്റ്. ഇത് ഹൈലൈറ്റ് ചെയ്യുന്നത് ഏത് ഫീച്ചറാണ്? നിങ്ങൾ നോക്കിയേ. ചേഞ്ചസ് ആൻഡ് ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ തന്നെ എന്തായിരിക്കും? ഡൈനാമിക് ആൻഡ് ഫ്ലെക്സിബിൾ ആയിരിക്കും. ദ കറക്റ്റ് ആൻസർ ഈസ് ഡൈനാമിക് ആൻഡ് ഫ്ലെക്സിബിൾ. നമ്മൾ പറഞ്ഞു ചേഞ്ചസിനനുസരിച്ചിട്ട് നമുക്ക് പ്ലാനിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? മാറ്റങ്ങൾ വരുത്തും. അതിനെയാണ് ഡൈനാമിക് ആൻഡ് ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് നോക്കാം. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എൻഷുർ ലിക്വിഡിറ്റി ബൈ അല്ല, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഉറപ്പുവരുത്തുന്നു ലിക്വിഡിറ്റി ബൈ എന്താ ചോദിക്കുന്നത്? ഇൻക്രീസിങ് ഫിക്സഡ് അസറ്റ്. അങ്ങനെയാണോ നമ്മൾ ലിക്വിഡിറ്റി ഉറപ്പുവരുത്തുന്നത്? ഒരിക്കലും അല്ല. എങ്ങനെയാ? ബാലൻസിങ് കറണ്ട് അസറ്റ് ആൻഡ് കറണ്ട് ലൈബിലിറ്റി. അത് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലിക്വിഡിറ്റി ഉറപ്പുവരുത്തുന്നത്. നമ്മൾ ആ പോയിന്റ് പറഞ്ഞപ്പോൾ പഠിച്ചിരുന്നതാണ്. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. നെക്സ്റ്റ് നോക്കാം. വിച്ച് ആർ ദി ഫോളോയിങ് പോയിന്റ് ഹൈലൈറ്റ് ദാറ്റ് മാനേജ്മെന്റ് ക്യാൻ ബി അപ്ലൈഡ് ഇൻ ഓൾ ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ. നമുക്ക് എല്ലാ ഓർഗനൈസേഷൻ, ഹെൽത്ത് സെക്ടർ, എഡ്യൂക്കേഷൻ സെക്ടർ, ഗവൺമെന്റ് സെക്ടറിൽ ഒക്കെ അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞ ഫീച്ചർ ഏതായിരുന്നുടാ? ഏതാ? യൂണിവേഴ്സൽ ഇൻ നേച്ചർ ആണ്. ക്ലിയർ ആണല്ലോ. പിന്നെ ഒരു മൾട്ടി ഡിസിപ്ലിനറി പഠിച്ചിരുന്നു. അതെന്താ നമ്മൾ പഠിച്ചത്? നമ്മൾ ഫിനാൻഷ്യൽ ഫിനാൻസ് മാനേജ് ചെയ്യുമ്പോൾ നമ്മൾ എക്കണോമിക്സ്, സൈക്കോളജി, അതുപോലെ എന്താ സ്റ്റാറ്റിസ്റ്റിക്സ്, എല്ലാത്തിൽ നിന്നുള്ള കാര്യങ്ങൾ നമ്മൾ എടുക്കണം എന്നുള്ള രീതിയിലാണ് നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ബിൽഡിംഗ് ഇൻവെസ്റ്റേഴ്സ് കോൺഫിഡൻസ് ഈസ് എ ഇമ്പോർട്ടന്റ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ബിക്കോസ് എന്തുകൊണ്ടാണ് അത് ഇമ്പോർട്ടന്റ് ആണെന്ന് പറയണത്? എന്തുകൊണ്ടാ? ടാക്സ് റെഡ്യൂസ് ചെയ്തുകൊണ്ടാണോ? അല്ല. എന്താ? ഇറ്റ് എൻഷുർ ട്രാൻസ്പെറൻസി ആൻഡ് എഫിഷ്യന്റ് യൂസസ് ഓഫ് ഫണ്ട് എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ഈസ് ദി കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഷോ ദാറ്റ് മാനേജ്മെന്റ് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഏതാണ് കണ്ടിന്യൂസ് പ്രോസസ് എന്ന് പറയുന്നത്? പ്ലാനിങ്, ഓർഗനൈസിംഗ്, ഡയറക്ടിങ് ആൻഡ് കൺട്രോളിംഗ് ആർ ദി റിപ്പീറ്റഡ് ആക്ടിവിറ്റീസ്. അതല്ലേ കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നിർത്തുന്നില്ല. പ്ലാനിങ്, ഓർഗനൈസിംഗ് ഒക്കെ എന്ത് ചെയ്യുന്നേടാ? പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഓപ്ഷൻ എ ഈസ് ദി കറക്റ്റ് ആൻസർ. എനിക്കറിയാം പലർക്കും ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ കിട്ടുന്നുണ്ടായിരിക്കും. ഓക്കെ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ കൺസിഡേർഡ് ആൻ ഇമ്പോർട്ടൻസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ considered an importance of financial management? Support business expansion, reduce group conflict ഒന്നും കുറയ്ക്കുന്നില്ല, improve employee morale, enhancing production. ഏതാ? support business expansion is the correct answer. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് നമുക്ക് നോക്കാം. the features of management that coordinate effort of people working together for a common goals. അല്ലെ? എല്ലാവരും കൂടി ഒരുമിച്ച് വർക്ക് ചെയ്യുക കോമൺ ഗോൾസിന് വേണ്ടിയിട്ട്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് നമ്മളൊരു ഫീച്ചറിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതേതാടാ? ഗ്രൂപ്പ് ആക്ടിവിറ്റി. നമ്മൾ പറഞ്ഞു എല്ലാ ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാരും ഒരുമിച്ച് വർക്ക് ചെയ്താൽ മാത്രമേ അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ് ഉണ്ടായിരിക്കുള്ളൂ എന്നുള്ളത് പറഞ്ഞു. സോ കറക്റ്റ് ആൻസർ ഈസ് ഗ്രൂപ്പ് ആക്ടിവിറ്റി ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാടാ? അസേർഷൻ റീസണിങ് ടൈപ്പ്. PSC ഇപ്പോൾ ചോദിച്ചു വരുന്ന പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്, ഒരു രീതിയാണ് അസേർഷനും റീസണിങ്. നോക്കാം. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എൻഷുർ ലിക്വിഡിറ്റി ഇൻ ആൻ ഓർഗനൈസേഷൻ. ശരിയാണോ നോക്കിയേ? ശരിയല്ല. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ലിക്വിഡിറ്റി ഉറപ്പുവരുത്തുന്നുണ്ട്. ഇനി നോക്കാം. ഇറ്റ് മെയിൻറ്റെയിൻ പ്രോപ്പർ ബാലൻസ് ബിറ്റ്വീൻ കറണ്ട് അസറ്റ് ആൻഡ് കറണ്ട് ലയബിലിറ്റി. അതും ശരിയല്ലേ? ലിക്വിഡിറ്റി ഉറപ്പുവരുത്തുന്നുണ്ട്. അതെങ്ങനെ ചെയ്യുന്നത്? നമ്മുടെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ്. സോ ഇത് രണ്ടും കറക്റ്റ് ആൻസർ ആണ്. ഓപ്ഷൻ നോക്കാം. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഇസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. അപ്പൊ നമ്മളുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ഇസ് ദി കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് നോക്കാം. മാനേജ്മെന്റ് ഇസ് എ ടെമ്പററി ആക്ടിവിറ്റി. അങ്ങനെയാണോ നമ്മൾ പഠിച്ചത്? തെറ്റല്ലേ. മാനേജ്മെന്റ് ഇസ് എ കണ്ടിന്യൂസ് ആക്ടിവിറ്റി. അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത നോക്കാം. ഇറ്റ് കണ്ടിന്യൂസ് എ ലോങ് ആസ് ദി ഓർഗനൈസേഷൻ എക്സിസ്റ്റ്. ഇത് കണ്ടിന്യൂസ് ആസ് എ ലോങ് ആസ് ദി ഓർഗനൈസേഷൻ. അല്ലെ? നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? കണ്ടിന്യൂസ് ആണ്. ഓർഗനൈസേഷൻ എത്ര കാലം നിലനിൽക്കുന്നോ അത്രയും കാലം ഫിനാൻസിന്റെ ആക്ടിവിറ്റികൾ അവിടെ നടന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. സോ ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അപ്പൊ ഇതിലത്തെ ഓപ്ഷൻസ് ഏതാ ശരി പറഞ്ഞ? എ ഈസ് ഫോൾസ്, R is true. The option C is the correct answer. Okay ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാടാ. വെൽത്ത് മാക്സിമൈസേഷൻ is the main objectives of the modern financial management. ശരിയല്ലേ? മോഡേൺ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്
പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് ആണ് വെൽത്ത് മാക്സിമൈസേഷൻ. റീസൺ നോക്കിയാൽ ഇറ്റ് കൺസിഡർ റിസ്ക് റിട്ടേൺ ആൻഡ് ദി ടൈം വാല്യൂ. ശരിയാണ്, നമ്മൾ മോഡേൺ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട് എന്തിനൊക്കെ ഓരോ ഡിസിഷൻസും കാര്യങ്ങളൊക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് റിസ്ക്, റിട്ടേൺ, ടൈം വാല്യൂ ഓഫ് മണി. ഇതിന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. സോ രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഇസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ എന്നുള്ളത് എന്ത് ചെയ്യാം, ശരി ഉത്തരം. നെക്സ്റ്റ് നോക്കിയാൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഹെൽപ്സ് ഇൻ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലേ? ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇറ്റ് എൻഷുർ ദ ഫണ്ട് ദാറ്റ് യൂസ് എഫിഷ്യന്റ്ലി ആൻഡ് മാക്സിമൈസ് റിട്ടേൺ. ശരിയാണല്ലോ, ഫണ്ട് എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യണം, മാക്സിമം റിട്ടേൺ കിട്ടുന്നതിന് വേണ്ടി ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. സോ രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഓപ്ഷൻ എ ഇസ് ദി കറക്റ്റ് ആൻസർ. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഇസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ ആണ്. ക്ലിയർ ആണല്ലോ, കോൺസെപ്റ്റ് ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മാനേജ്മെന്റ് ഇസ് ഇൻടാഞ്ചിബിൾ നേച്ചർ. ശരിയാണോ? ഓക്കെ, ശരിയാണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ പഠിച്ചിട്ടുള്ള മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ളതാണ്. Then it is presence can be felt only through result like productivity and efficiency. നമ്മൾ പറഞ്ഞിരുന്നു പ്രൊഡക്ടിവിറ്റി, എഫിഷ്യൻസി, റിസൾട്ട് ഒക്കെ നമുക്ക് മെഷർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അല്ലാതെ നമുക്ക് ടച്ച് ചെയ്യാനോ ഫിസിക്കൽ ആയിട്ടുള്ള ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് നമുക്ക് കാണാനൊന്നും സാധിക്കില്ല. പക്ഷെ അതിന്റെ റിസൾട്ട് വഴി നമുക്ക് അതിന്റെ എഫിഷ്യൻസിയും കാര്യങ്ങളൊക്കെ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റും. സോ ദീസ് ടു സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് ആണ്. ഓപ്ഷൻ എ ഇസ് ദി കറക്റ്റ് ആൻസർ. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഇസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ ഇസ് ദി കറക്റ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ. അപ്പൊ നമ്മൾ അടിപൊളിയായിട്ട് ഇന്ന് ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ മീനിങ്, ഫീച്ചേഴ്സ്, ഇമ്പോർട്ടൻസ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ ഈ ക്ലാസ് കണ്ട ഒരു വിദ്യാർത്ഥിയും ഈ ഒരു ഭാഗം ഫിനാൻഷ്യൽ മാനേജ്മെന്റ് സിലബസിലെ ആദ്യത്തെ ടോപ്പിക് ആയിട്ടുള്ള ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ മീനിങ് ഒക്കെ എന്ന് പറയുന്ന ആ ഒരു ഇതിൽ നിന്ന് എന്ത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, തെറ്റിക്കരുത്. ഓക്കെ, അപ്പൊ നമ്മുടെ സ്ട്രാറ്റജി ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഓക്കെയാണ്, കംഫർട്ട് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ഒപ്പം നിൽക്കുക. നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ടുള്ള രീതിയിൽ പഠിക്കുക. സബ്ജക്റ്റിൽ ഒരു അടിപൊളി നോളജ് ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ, വരുന്ന എല്ലാ എക്സാമുകളിലേക്കും നിങ്ങൾക്ക് ബെനിഫിറ്റ് ആവുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ വെറുതെ ഓടിച്ചാടി എടുക്കുന്നതല്ല, പക്ക റിസർച്ച് ചെയ്ത് മെറ്റീരിയൽസുകൾ കണ്ടെത്തി അതിൽ നിന്ന് തന്നെയാണ് നമ്മൾ നിങ്ങൾക്ക് പോർഷൻസുകളൊക്കെ എടുത്ത് തരുന്നത്. ഓക്കെ, അപ്പൊ ലേണേഴ്സ് ഹബിനോടൊപ്പം നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സബ്ജക്ട് നോളജ് ഉണ്ടായിരിക്കും. അതുവഴി നിങ്ങൾക്ക് ഒരു നല്ലൊരു ജോലിയിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കും. നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ വേറൊരു ടോപ്പിക്കുമായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.